ശ്രീ മുഹമ്മദ് കഴിഞ്ഞ 10 വർഷത്തെ ഭരണ നേട്ടം എന്ന് പറഞ്ഞ് ഉയർത്തിക്കാട്ടുന്നതൊക്കെ പൊള്ളത്തരങ്ങൾ എന്നുള്ള വിലയിരുത്തലുകളിലേക്ക് കൂടി എത്തുകയില്ല. കാരണം പലതും PR വർക്കുകളായി മാത്രം ചുരുങ്ങുന്ന ഒരു സാഹചര്യം. തൊഴിലില്ലായ്മ രൂക്ഷമായി തന്നെ നിൽക്കുന്നു. അതുമാത്രമല്ല, വലിയ രീതിയിലുള്ള ധനപ്രതിസന്ധി, ആരോഗ്യമേഖല അപ്പാടെ കുത്തഴിഞ്ഞു കിടക്കുന്ന അവസ്ഥ. ഇതൊക്കെ എങ്ങനെ മറികടക്കും എന്നാണ് LDF കരുതുന്നത്. അതുമാത്രമല്ല, ഏറ്റവും അധികം വിമത ശല്യം, ഭിന്ന അഭിപ്രായങ്ങൾ, ഇത് ആരിൽ നിന്നാണ് ഉയർന്നത് എന്നുള്ളതാണ്. CPM-ലെ തന്നെ വളരെ മുതിർന്ന സമുന്നതരായ നേതാക്കൾ പാർട്ടി വിടുന്ന സാഹചര്യത്തിലേക്ക് കൂടി G. സുധാകരൻ, കുഞ്ഞികൃഷ്ണൻ, TK ഗോവിന്ദൻ, PK ശശി, CC മുകുന്ദൻ, ഇങ്ങനെ ഒരു വലിയ നിര തന്നെയാണ്. ഇവരൊക്കെ എന്തു പറഞ്ഞുകൊണ്ടാണ് പാർട്ടി വിട്ടത് എന്നുള്ളതും ജനം ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് LDF-നെ സംബന്ധിച്ചിടത്തോളം, CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് വേള എന്ന് തന്നെയല്ലേ പറയേണ്ടത്? അഭിമന്യു അടക്കമുള്ള രക്തസാക്ഷികൾ കേരളത്തിലെ പൊതുസമൂഹത്തിൽ ഇരുവർഗീയ ചേരിയോടും പോരാടിക്കൊണ്ടാണ് ഈ സമൂഹത്തിലെ കേരളത്തിലെ ഒരു ഇടതുപക്ഷ മനസ്സ് രൂപീകരിക്കപ്പെട്ടത്. ആ മനസ്സിനോടൊപ്പം കേരളത്തിലെ പൊതുസമൂഹം നിന്നതുകൊണ്ടാണ് കേരളത്തിൽ ഇതുവരെയുണ്ടായ ഈ വികസന പ്രക്രിയകളൊക്കെ സമ്പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഏതൊരാൾക്കും വിമർശനത്തിന് അതീതമായ രീതിയിൽ 10 വർഷക്കാലം കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിന് സാധിച്ചതും അതുകൊണ്ട് തന്നെയാണ്. LDF-നല്ലാതെ ഇരു മുന്നണികൾക്കും, UDF-നും അതുപോലെ തന്നെ NDA-ക്കും ഒക്കെ തന്നെ വർഗീയത പറയുന്ന തരത്തിലേക്കുള്ള വോട്ടുപിടുത്തമല്ലാതെ, വർഗീയ ആരോപണങ്ങളുമായി നടക്കുകയല്ലാതെ കേരളത്തിലെ പൊതുസമൂഹത്തിന് ഒരു വ്യക്തമായ കാഴ്ചപ്പാടോ ഒരു ദിശാബോധമോ നൽകാൻ സാധിക്കുന്നില്ല എന്നത് ഏറ്റവും സുവ്യക്തമായ ഒരു കാര്യമാണ്. മതമല്ല പ്രശ്നം എന്ന് ഒരു മുദ്രാവാക്യമുണ്ടായി എന്ന് പറഞ്ഞ് മതമാണ് പ്രശ്നം, മതമാണ് പ്രശ്നം, മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞ് വർഗീയ പ്രസംഗം നടത്തിയ ലക്ഷക്കണക്കിന് ആളുകളെ കോഴിക്കോട്ട് വെച്ചുകൊണ്ട് അഭിസംബോധന ചെയ്ത UDF-ന്റെ നേതാവും, അതുപോലെ തന്നെ അതേ രീതിയിലുള്ള മുദ്രാവാക്യത്തെ എടുത്തുദ്ധരിച്ചുകൊണ്ട് മതപരമായ പ്രശ്നങ്ങൾ മാത്രം ചർച്ച ചെയ്യുന്ന രീതിയിലേക്ക് ഈ തെരഞ്ഞെടുപ്പിനെ കൊണ്ടുപോകുന്നതിന് മറ്റ് ചേരികളുമൊക്കെ തയ്യാറാകുമ്പോൾ വ്യക്തമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ നാടിൻ്റെ വികസനത്തോടൊപ്പം മതേതര ചേരിയെ ചേർത്തുകൊണ്ട് ഈ നാട്ടിലെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും എല്ലാവിധ ജനവിഭാഗങ്ങളും തോളോട് ചേർന്നുകൊണ്ട് വികസിതമായ ഒരു ക്ഷേമ സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. അതിനൊരുപാട് കടമ്പകൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കടക്കാനുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തികമായ കേന്ദ്ര ഗവൺമെൻറ് നമ്മുടെ സംസ്ഥാനത്തോട് കാണിക്കുന്ന സാമ്പത്തികമായ വിവേചനമുണ്ട്. അതുപോലെ തന്നെ മറ്റോരോരോ പ്രശ്നങ്ങളുണ്ട്. ഓരോ രാഷ്ട്രീയ പാർട്ടിയിലും ഉണ്ടാകുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ചില നേതാക്കന്മാർക്ക് അവർ പുറത്തുപോയി മത്സരിക്കുന്നുണ്ട്. അതൊന്നും തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പല്ല വരുന്നത്. കേരളത്തിൽ ഇതുവരെയുള്ള സർവേകളിൽ ഇനി അങ്ങോട്ട് വരാനുള്ള ജനവിധിയിൽ ഒക്കെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായൊരു മാൻഡേറ്റ് രൂപപ്പെടും. അത് പ്രതീക്ഷിച്ചാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിൻ്റെ നേതാക്കളും തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടുള്ളത്, മുന്നോട്ട് പോകുന്നത്. ശരി.